മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എൻ്റെ വാട്സാപ്പിലേക്ക് വന്നൊരു ഭീഷണിയുടെ മെസ്സേജാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. സാധാരണ എനിക്ക് നേരെയാണ് ഭീഷണിയൊക്കെ ഉണ്ടാവാറുള്ളത്. മിക്കവാറും അതൊക്കെ തന്നെ നെറ്റ് കോൾ വഴിയൊക്കെയാണ് എന്നെ ഭീഷണിപ്പെടുത്താറുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ, അതായത് അഡ്രസ്സ് ഇല്ലാത്ത തരത്തിലുള്ള രീതിയിലാണ് എനിക്ക് പരമാവധി അയക്കാറൊക്കെ ഉള്ളത്. അത് ഞാനെടുത്ത് വീഡിയോ ചെയ്യാറുമില്ല. പക്ഷേ ഇത് UAE ഒരു നമ്പറിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നിരിക്കുന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ. ഈ വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് ഗാലിബി എന്നൊരു വ്യക്തി ആശാ വർമ്മയെ വിവാഹം കഴിച്ചതും അതേപോലെ തന്നെ കിരൺ എന്ന വ്യക്തി ഈ ഫാത്തിമ ദിയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളും കൂടി നമ്മളൊരു ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൽ മുഹമ്മദ് ഗാലിബ് ആശാ വർമ്മയെ വിവാഹം കഴിച്ചതിൽ ഈ ഒരു വ്യക്തി ഒരു പ്രശ്നവും പറയുന്നില്ല. അതേസമയം കിരൺ എന്ന വ്യക്തി ഈ ഫാത്തിമ ദിയെ വിവാഹം കഴിക്കുന്നതിനെതിരെ എന്തൊക്കെയാ പറയുന്നത്, ഏതൊരാളും ഞെട്ടിപ്പോവും. അത്തരത്തിലുള്ള ഒരു ഭീഷണിയാണ് എൻ്റെ വാട്സാപ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് ദുബൈയിൽ നിന്നാണ്. ഇത് കണ്ണൂര് പാപ്പൻശ്ശേരിയുള്ള ആളാണ്. നിങ്ങളൊരു വീഡിയോ കണ്ട് നമ്മളെ ദിയ ഫാത്തിമ കിരണിന്റെ കൂടെ പോയത്. നിങ്ങളാ വീഡിയോ ഇട്ടത് അൽഹംദുലില്ലാ നല്ലത്. അതിൻ്റെ മോള അങ്ങനെ തന്നെ പറയാം. നോമ്പിന് റമദാൻ മാസം ഇറങ്ങിയിട്ട് പോയിട്ട് ആ പെണ്ണ് പറയുന്ന കേട്ടില്ല, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന്, ലാസ്റ്റ് ഒരു വിധത്തിൽ ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന്. റമദാനിൽ ഏതെങ്കിലും ഒരു വിവരമുള്ള പെണ്ണ് അള്ളാഹിനും റസൂലിനെയും ചവച്ച് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആരെങ്കിലും പോവുക? ഓളെല്ലാം ലാസ്റ്റ് തൂങ്ങി മരിക്കും. ഇൻഷാ അള്ളാ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നിങ്ങൾ സംഘടിപ്പിച്ചത്. ഞാൻ ഒരു STPIൻ്റെ പ്രവർത്തകനാണ്. ഞാൻ തുറന്നു പറയാം, ആ പോയതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നടു റോട്ടുമ്മലിട്ടിട്ട് തല രണ്ടെണ്ണം പൊട്ടും. എനിക്ക് വളരെ ഇതായിപ്പോയി. റമദാനില് എനിക്ക് വല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ചെക്കനാറ്റ പ്രേമിച്ചിനെങ്കിൽ വേഗം നമുക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിന് എതിരാണ്. നടു റോട്ടുമ്മലിട്ടിട്ട് ഐറ്റിങ്ങൾ രണ്ടാളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് തലയാൻ പറ്റും രണ്ടെണ്ണത്തിന്. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല. എൻ്റെ ഓൻ പറയാ, ഓൻ പറയുന്ന കേട്ടിട്ടില്ലേ? ഓൻ പറയുന്നത് പിന്നെ എൻ്റെ ചങ്ങായിമാരുടെ മുസ്ലിങ്ങളാണ്, ഓനെ മുസ്ലിങ്ങളൊന്നും സഹായിക്കാനില്ലേ? ആ ആറാത്തന്നെ വെട്ടിക്കൊല്ലും ഞാൻ. നിങ്ങൾ അവരെ നമ്പർ സംഘടിപ്പിച്ചോ? ഓനെ കിട്ടുന്ന നമ്പർ സംഘടിപ്പിച്ചോ? ഏത് ഭാഗത്തുള്ള ഫോൺ ലൊക്കേഷൻ കൊണ്ടുപോകാൻ ഇനി നടു റോട്ടുമ്പിലിട്ട് ഞാൻ വെട്ടിക്കൊല്ലും. ഞാൻ രണ്ടെണ്ണത്തിന് ജീവിക്കാൻ നമ്മൾ വിടൂലേ. കാരണം അത്രക്കും മനസ്സ് വേദനിക്കുന്നുണ്ട്. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സ് വേദനിച്ചിട്ട് വേറെ കല്യാണം നയിക്കാൻ വേണ്ടി. പിന്നെ ഇതിൽ വേറെ ഒന്നുണ്ട്. ഈ ഡ്രൈവറാ പോലും ഓളെ കൊണ്ടാക്കലും പിടിക്കലല്ലോ. ഈ കൊണ്ടാക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും അറിയില്ലേ കൊണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ. കുറെ നമ്മളെ മുസ്ലിം സമുദായത്തിൽ പെട്ടത് വെച്ചാൽ ഈ ജോലിക്ക് പറഞ്ഞേക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് അവരെ കിട്ടുന്ന നമ്പർ സംഘടിപ്പിച്ചാണ് ഞാൻ അള്ളാഹു റസൂലിനെ വിചാരിച്ചിട്ട് വീട്ടിൽ ഞാൻ 100 പറ്റിക്കടാം. ഇൻഷാ അള്ളാഹ് അവരൊരിക്കലും മേലാക്കി ജീവിക്കാൻ വിടുന്നു. ഈ ഹിന്ദുക്കൾ പോലും അവർക്ക് സപ്പോർട്ടില്ലല്ലോ. ഹിന്ദുക്കൾ പോലും പറയുന്നു, മുസ്ലിങ്ങൾ പോട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുന്നു നോമ്പിന് റമദാൻ മാസം ഇങ്ങനെ ചെയ്യുമോ? ഇവിടെയുള്ള ഹിന്ദുക്കൾ നോമ്പിനെ ബഹുമാനിക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് നമ്പർ വേണം കേട്ടോ. ഞാൻ പാപ്പൻശ്ശേരിയാണ്. എൻ്റെ പേര് റാഫി എന്നാണ്. ഞാൻ STPIൻ്റെ വലിയ നേതാവാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. ആദർശ ആശയമൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കലുണ്ട്. വെട്ടി നൂറുക്കി കൊല്ലും ഞാൻ. കേട്ടിട്ട് മറുപടി എന്തരാന്ന്? എന്തായി? ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങൾ മറുപടി എന്തെയ്യുന്നില്ല? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. കാരണം അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ, എൻ്റെ വാട്സാപ്പിലേക്ക് വന്നിട്ടുള്ളൊരു മെസ്സേജാ.
പലതവണ വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു നെറ്റ് കോൾ ഒരു ഇന്റർനെറ്റ് കോളൊന്നുമല്ല, ഡയറക്റ്റ് ഫോണിലേക്ക് വിളിച്ചതാ, ഫോണിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചതാ. ഞാൻ ആ നമ്പർ ഇവിടെ കൊടുക്കാം. ഞാൻ ഒരുപാട് ചിന്തിച്ച് ഈ ഒരു മെസ്സേജ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണോ, പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണോ എന്ന്. കാരണം പിന്നെ ഞാൻ കരുതി ഇതുപോലെ ഒരു വോയിസ് മെസ്സേജ് ആളുകളൊക്കെ തിരിച്ചറിയണം എത്രത്തോളമാണ് ആളുകൾക്കുള്ളിലുള്ള മത തീവ്രവാദം എന്നുള്ളത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏതു മതത്തിൽ നിന്ന് എങ്ങോട്ട് വിവാഹം കഴിക്കുന്നതിലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ കേട്ടില്ല, റമദാൻ മാസത്തിൽ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പടയ്ക്കുക. ഏത് സമയത്ത് എന്ത് ചെയ്താലും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ. നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ മുഹമ്മദ് ഖാലിബ് ആശാ വർമ്മയെ വിവാഹം കഴിച്ച വിഷയമുണ്ട്. അത് ഒരക്ഷരം ഉണ്ടെന്ന് പോലുമില്ല. അവർക്ക് മാതാപിതാക്കളില്ല, അവർക്ക് റമദാന്റെ പ്രശ്നമല്ല, ഒന്നുമില്ല. കിരണും ഫാത്തിമയും ഈ ഫാത്തിമ ദിയയും വിവാഹത്തില് അവര് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ സാഹചര്യമാണ് ഞാനിവിടെ തുറന്നു കാണിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തവസ്ഥയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. എന്ത് തീവ്ര ചിന്താഗതിക്കാരനാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തി എന്നോട് നമ്പർ ആവശ്യപ്പെട്ടിരിക്കുക, നമ്പർ അയച്ചു കൊടുക്കാൻ. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് തട്ടുന്നൊക്കെ. എന്താണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത്? ഇത്തരം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതെങ്ങനെയാ? മുഹമ്മദ് ഖാലിബ് ആശാ വർമ്മയെ വിവാഹം കഴിച്ചത് മാത്രമേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾ പോലും വാർത്തയും അവർക്ക് മാത്രമേ ഇവിടെ മാധ്യമങ്ങൾ പോലും സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഈ പറയുന്ന കിരണ് ഫാത്തിമ ദിയെ വിവാഹം കഴിച്ചിട്ട് അവര് ഒളിച്ചു നിന്ന് വീഡിയോ എടുത്തതാ. ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ല, ഞങ്ങൾ പ്രശ്നത്തിലാണ് എന്ന്. ഇതും നമ്മുടെ കേരളത്തിൽ തന്നെയാ. കേരളം എല്ലാത്തിനും പ്രൊട്ടക്ഷൻ ആണ് എന്നൊക്കെ ഒരു ഭാഗത്ത് ഇതേ പ്രണയവിവാഹവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതേ തരത്തിലുള്ള ഒരു പ്രണയവിവാഹം വലിയ പ്രശ്നമായിട്ട് ഒരു ഭാഗത്ത്. ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം. നിങ്ങളത് ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇതൊക്കെ മതം തലക്ക് പിടിച്ചല്ലേ ഈ വിളിച്ചു പറയുന്നത്? അങ്ങനെ ചെയ്യണമെന്ന് എടുത്തു പറയുന്നുണ്ട്. മുസ്ലിം ആയിട്ടുള്ള ഒരു പുരുഷന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കായിരുന്നു എന്ന്. അപ്പൊ പ്രശ്നം പ്രണയമല്ല, മതം തന്നെയല്ലേ ഈ വ്യക്തിയോടൊക്കെ വലിയ പ്രശ്നം. സകല ആളുകളും ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കണം. മതമൊക്കെ എങ്ങോട്ട് ആര് വിവാഹം കഴിച്ചാൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറി വിവാഹം കഴിക്കുന്നതിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. എന്നാൽ ഇത്തരം ആളുകളാണ് ഇവിടുത്തെ പ്രശ്നക്കാര്. ഈ പറയുന്ന വ്യക്തി നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ? എന്താ പറയുന്നത്? തട്ടുമെന്ന്, അതിനു വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. നമ്മുടെ കേരളം എന്താ ഇത്തരക്കാരുടെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടോ? ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കുക.